ക്ലാസ് ഇല്ലാത്ത കാരണം ഫിസന്റെ റൂമിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് ഞാനുണ്ടാക്കിയ ഉപ്പുമാവും ചെറുപയർ കറിയൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ അനഘന്റെ റൂമിൽ പോയി. അപ്പോൾ ഇന്ന് അനഘ അവളുടെ സ്പെഷ്യൽ ആയിട്ടുള്ള പൊട്ടറ്റോ തോരനായിട്ട് ഉണ്ടാക്കുന്നത്. അതിൻ്റെ റെസിപ്പി പറഞ്ഞുതരാം. പൊട്ടറ്റോ ഇങ്ങനെ സ്മോൾ പീസസ് ആയിട്ട് കട്ട് ചെയ്യുക, എന്നിട്ട് അതിലേക്ക് നിങ്ങളുടെ അടുത്തുള്ള എല്ലാ മസാലകളും ഇടുക കേട്ടോ. ഇങ്ങനെയാണ് എൻ്റെ അടുത്ത് അനഘ പറഞ്ഞത്. അതായത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, അങ്ങനെ എല്ലാ മസാല ഇട്ട് കഴിഞ്ഞിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് വേറൊരു പാനിൽ ഓയിൽ ഒഴിച്ചിട്ട് അതിൽ ഉള്ളിയും വെളുത്തുള്ളി ഇട്ടിട്ട് അത് നല്ലോണം വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഈ പൊട്ടറ്റോ ഇടുക കേട്ടോ. സംഗതി നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇതൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ലഞ്ചിനായിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. കോഴിക്കറിൻ്റെ മിക്സ് ചെയ്ത് കുറച്ച് കിഴങ്ങുപ്പേരി എടുത്ത് ചമ്മന്തി എടുത്ത് അത് കഴിഞ്ഞ് ഈവനിങ് ഞങ്ങൾ പുറത്തേക്ക് നടക്കാൻ ഇറങ്ങിയിട്ടോ. പക്ഷെ ഇറങ്ങിയത് മഴ പെയ്തു. അതേ സ്പീഡിൽ ഉള്ളിലേക്ക് കയറിയിട്ട് പിന്നെ കുറച്ച് നേരം യൂനോ കളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴും നല്ല മഴയായിരുന്നു കേട്ടോ പുറത്ത്. ആ ടൈമിലാണെങ്കിൽ നല്ല സമൂസ കഴിക്കാൻ ക്രേവിങ്സ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി പോയി സമൂസയും ജിലേബിയൊക്കെ കഴിച്ചു.